ഈ വണ്ടിയിൽ മിയുടെ ഫേവറേറ്റ് ഫീച്ചർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫേവറേറ്റ് ഫീച്ചർ ചോദിക്കുകയാണെങ്കിൽ എന്താ ഒരു പോക്കറ്റ് റോക്കറ്റ്. കഴിഞ്ഞ ഇന്റർവ്യൂവിന് ഞാൻ വന്ന സമയത്ത് ഒരു ഡ്രീം കാർ ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞൊരു പേരാണ് ഗോൾഫ് GTI. ഇനി ഒരു കാർ എടുക്കാൻ പ്ലാൻ ഉണ്ടോ? നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനോ അല്ലാതെ ഒരു കാർ എടുക്കാൻ പ്ലാൻ ഉണ്ടോ? കാറുകൾ എന്നൊരു ആഗ്രഹം തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. എന്റെ ഫേവറേറ്റ് കാർ ലൈക്ക് Volkswagen GTI. I feel like I'm losing my mind. Is everybody in the world blind? Please Lord give me a sign. ഒന്നും ആലോചിച്ചില്ല. അപ്പോൾ കമ്പനിക്ക് വേണ്ടി ഒരു അൺവെയിലിംഗ് സെറമണി അതിൻ്റെ കൂടെ വീഡിയോ എടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഫുൾ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് അങ്ങോട്ട് പോയി. അനീത്തിയും വന്നു, ബിക്കോസ് കഴിഞ്ഞ വീഡിയോ കണ്ടാൽ ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് വണ്ടി. അപ്പോൾ അൺവെയിൽ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ക്ലാപ്പ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആര് പറഞ്ഞു നമ്പർ പ്ലേറ്റ് നോക്കാൻ, കാരണം ഞാൻ വണ്ടിയുടെ സൈഡിലാണ് നിൽക്കണം, അപ്പോൾ ഞാൻ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നോക്കിയപ്പോൾ എൻ്റെ പ്ലേറ്റ് വെച്ചപ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തെ എന്തിനാ എൻ്റെ പ്ലേറ്റ് വയ്ക്കണേ, ഇത് കമ്പനി വണ്ടിയല്ലേ. അപ്പം ഞാനിങ്ങനെ കാണിക്കുന്ന സമയത്ത് അവിടുത്തെ ഡയറക്ടർ വന്നിട്ട് എനിക്ക് കീ ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോഴും എനിക്ക് ലൈക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്ന ഒരാൾക്ക് പറ്റിയൊരു കാറായിട്ടാണെന്ന് GT വന്നപ്പോൾ തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് കാറായിരുന്നു. ഒരു ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റ് എന്ന് പറയുമ്പോൾ ഗോൾഫിൻ്റെ ഒരു GTI വരുമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിലുണ്ടായിരുന്നില്ല, ബട്ട് അത് കിട്ടിയതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. Shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. 6 feet deep under, but my body won't decay. Cause my messages are timeless, so they'll put them on display. Oh yeah, I rap with a certainty. I have a sense of urgency, a message for eternity, for everyone internally. I had some people burning me, but now they fucking learn. മാധവ് കമന്റ് ചെയ്തിട്ടുണ്ട് ട്വിന്നിങ് എന്ന് പറഞ്ഞ ആൾക്കും ദ സെയിം കളർ കാറാണ്. Had to rise up just so they could see me. ഞാൻ ആക്ച്വലി മാധവിന്റെ കാറാണ് ആദ്യം നോട്ട് ചെയ്തത്, ആളാണ് ആദ്യം എടുത്തത്. അതിന്റെ പിന്നാലെ ഇതും വന്നപ്പോ അത് ട്വിന്നിങ് ആയിപ്പോയി. നിങ്ങൾ ഇന്നൊരു ട്വിന്നിങ് വീഡിയോ പ്രതീക്ഷിക്കാവോ? Take into your hands a plan, your own hands can land your own brand, and damn, I feel like no one takes accountability. ഓൾഡ് പോളോ GTI വന്നിരുന്നത് 1.8 ലിറ്റർ എഞ്ചിനായിരുന്നു, അറൌണ്ട് 180+ bhp. നമ്മൾ ട്യൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റേജ് 2 ട്യൂണിങ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഒരു 200+ bhp ഉണ്ടായിരുന്നു. പക്ഷേ ദിസ് വൺ കംസ് വിത്ത് 2 ലിറ്റർ എഞ്ചിൻ ആൻഡ് ഹാസ് 260+ bhp. അപ്പോൾ ഇതിന് മോഡിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോഴത്തേക്ക്. Off at these fucking clowns who were all taught they deserve an ounce. It's only worth it if you work for it. സർപ്രൈസ്ഡ് ആയിരുന്നു. നല്ല സസ്പെൻഷനാണ് അവർ തന്നുള്ളത്, ഈവൻ കംഫർട്ട് ബട്ട് പ്ലസ് ഹാൻഡ്ലിംഗ്. ലോ സ്പീഡ് റൂം ഇത്തിരി സ്റ്റിഫായിട്ട് തോന്നും, ബട്ട് സ്പീഡ് കൂടുന്തോറും ഹാൻഡ്ലിംഗ് കൂടി വരും. ഹായ് ഹലോ നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. 1976 ഗോൾഫ് GTI ജർമ്മനിയിൽ ലോഞ്ച് ആവുന്നത്. 50 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഗോൾഫ് GTI എത്തിയിരിക്കുകയാണ്. കാറുകളിൽ ഒരു കാറ് സ്വന്തമാക്കിയ തൃശ്ശൂർക്കാരി ഒക്ടേൻ ഗേൾ ആണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ ജോസഫ് ചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കാരണം കഴിഞ്ഞ ഇന്റർവ്യൂവിന് ഞാൻ വന്ന സമയത്ത് ഒരു ഡ്രീം കാർ ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞൊരു പേരാണ് ഗോൾഫ് GTI. ഇനി ഒരു കാർ എടുക്കാൻ പ്ലാൻ ഉണ്ടോ? നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനോ അല്ലാതെ ഒരു കാർ എടുക്കാൻ പ്ലാൻ ഉണ്ടോ? കാറുകൾ എന്നൊരു ആഗ്രഹം തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. അധികം വൈകാതെ ഏതെങ്കിലും ഒരു തിരക്കേലില്ലാത്തൊരു വണ്ടി കൂടി നോക്കണം എന്നുണ്ട്. എന്റെ ഫേവറേറ്റ് കാർ ലൈക്ക് Volkswagen GTI തന്നെയാണ്. ഫൈനലി ഒരു 4 മാസം കൊണ്ട് തന്നെ നമ്മൾ അത് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. അത് വളരെ സർപ്രൈസ് ആണ് കൊടുത്തത്. എത്രത്തോളം സന്തോഷമുണ്ട്? വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല പുതിയ ഗോൾഫ് GTI അപ്പം അങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ടായിരുന്നു. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നു ഒരു പ്രൊഫഷണൽ സർപ്രൈസ് പ്ലാനർ ആയിട്ടാണ് അപ്പോൾ ഏത് വണ്ടി വന്നാലും ഇപ്പോൾ ഫുൾ സർപ്രൈസ് ആണ്, എൻ്റെ അടുത്ത് പറയലില്ല. അപ്പോൾ
ഇപ്പൊ ഞാൻ വരുമ്പോഴേ ഇപ്പം GT ഉണ്ട്, പോളോ GT ഉണ്ട്, ഗോൾഫ് GT ഉണ്ട്. ഈ 3 കാറുകളും ആളുകളുടെ ഒരു ഫേവറേറ്റ് കാറാണ്. ഇത് 3ഉം ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എത്ര ആളുടെ കയ്യിൽ ഉണ്ടാവും അറിയില്ല. സോ അതൊരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഈവൻ GT ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ അത് ഒരു ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്ന ഒരാൾക്ക് പറ്റിയൊരു കാറായിട്ടാണെന്ന് GT വന്നപ്പോൾ തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് കാറായിരുന്നു ഒരു ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റ് എന്ന് പറയുമ്പോൾ. അത് കഴിഞ്ഞ് GTI വന്നു. പോളോ GTI വന്നപ്പോഴും അത് ലിമിറ്റഡ് നമ്പേഴ്സേ വന്നിരുന്നുള്ളൂ. ബട്ട് അത് ഈ പറഞ്ഞാൽ അത്ര അതിനോട് ക്രേസുള്ളൊരു പ്രൈസിങ് ഇത്തിരി ഹൈ ആയിരുന്നു. അത്ര ക്രേസുള്ളവർ മാത്രമാണ് അന്ന് അത് വാങ്ങിയിരുന്നതും. നമുക്കും ഭാഗ്യത്തിന് ഒരു വണ്ടി കിട്ടി. പിന്നെ ഓഫ്കോഴ്സ് അതിൻ്റെ ഒരു ഗോൾഫിൻ്റെ ഒരു GTI വരുമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിലുണ്ടായിരുന്നില്ല. ബട്ട് അത് കിട്ടിയത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ എന്താണ് സർപ്രൈസ് ആയതുകൊണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം വരുന്നു. ഞാൻ GTI തന്നെ വെച്ച് ഹാപ്പി ആയിരുന്നു. ഇപ്പൊ ഇതും കൂടെ കിട്ടിയപ്പോ ഡബിൾ സന്തോഷം. ഇപ്പൊ ഫോക്സ് വാഗൺ എന്ന് പറഞ്ഞ വണ്ടി ഒത്തിരി ആളുകളുടെ ഈ വണ്ടി പ്രാന്തന്മാരുടെ ഒരു ഡ്രീം വണ്ടി തന്നെയാണ്. ഇതിപ്പം സെലിബ്രിറ്റി ആയിട്ടുള്ള പൃഥ്വിരാജ്, മമ്മൂക്ക, DQ, ജയസൂര്യ, മാധവ് സുരേഷ്, ഫഹദ് ഫാസിൽ ഇവരുടെ കയ്യിലാണ് ഉള്ളത്. ഇന്ത്യ തന്നെ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് GT ഉള്ള ഒരു പെൺകുട്ടി കൂടിയാണ്. അതിന്റെ ഒരു സന്തോഷം, ഒരു പ്രൗഡ് മൂവ്മെന്റ് എന്താ? സെലിബ്രിറ്റീസ് കുറെ പേര് ഓൺ ചെയ്യുന്നുണ്ട്. പക്ഷെ സെലിബ്രിറ്റീസിൽ തന്നെ നോക്കുകയാണെങ്കിൽ അതിൽ ഹാർഡ് കോർ ഓട്ടോമൊബൈൽ എന്തൂസിയാസ് ആണ് ഈ വണ്ടി പോയി എടുത്തേക്കണം, അല്ലാണ്ട് എല്ലാ സെലിബ്രിറ്റീസും അല്ല. അപ്പോൾ അതിൻ്റെ ഒപ്പം എനിക്ക് ഈ വണ്ടി ഓൺ ചെയ്യാൻ പറ്റിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അത് ചിന്തിച്ചിരുന്നു ഈ വണ്ടി വാങ്ങുന്ന സമയത്ത്? ഇല്ല, ഇത് ആദ്യം നമ്മൾ എടുക്കുന്ന സമയത്ത് സെലിബ്രിറ്റീസ് ഇത്രയും ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. ലിമിറ്റഡ് നമ്പേഴ്സ് ആണെന്നുള്ളത് മാത്രമല്ല ആദ്യം ചിലമാർക്ക് കിട്ടുള്ളായിരുന്നു. ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ലേറ്റർ ഓൺ ആണ് അറിയണത്. മമ്മൂക്ക, ദുൽഖർ ഇവരൊക്കെ 2 ദിവസം വണ്ടി വെച്ചാൽ ഈവൻ സുരേഷ് ഗോപിയുടെ മാധവ് വാങ്ങിയിട്ടുണ്ട്, അവരുടെ ഡോക്ടറും വാങ്ങിയിട്ടുണ്ട് ഒരു വണ്ടി. പലവരും. അപ്പോൾ അത് ഇതിനൊരു ഒന്നുകൂടി എനർജി കൂടിയെന്ന് മാത്രം, വണ്ടി കിട്ടിയപ്പോൾ സന്തോഷം കൂടിയെന്ന് മാത്രം. ഇവ 150 കാറുകളാണ് സോൾഡ് ഔട്ട് ആയി ഓൾറെഡി. ഒത്തിരി പേർക്ക് വാങ്ങണമെന്ന് ആഗ്രഹം. ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഒന്ന് പറയാമോ? ഇത് ബുക്ക് ചെയ്തത് എങ്ങനെയാണ്, കാര്യങ്ങളുണ്ട്? ഇതിൻ്റെ പ്രോസസ്സ് ആക്ച്വലി ഒരു 2 മാസം മുന്നേ തുടങ്ങിയിരുന്നു. വീട്ടിലാരോടും പറഞ്ഞിരുന്നില്ല, ഈവൻ വൈഫിനോടും പറഞ്ഞിരുന്നില്ല. ഞാൻ ഇത് എവിടെയെങ്കിലും വെച്ചത് ലീക്ക് ആവുമോ എന്നുള്ളത് പേടിച്ചിട്ട് ഞാൻ മിണ്ടാണ്ടിരുന്നത്. വലിയ ഇഷ്യൂസ് ആണ്. നമ്മൾ അഡ്വാൻസ് ആദ്യം കൊടുത്ത് ബുക്ക് ചെയ്തു. അറൗണ്ട് 2 months വണ്ടി നമുക്ക് ഡെലിവറി കിട്ടാനായിട്ട്. തുടക്കത്തെ ഡെലിവറി ഒരു ഡെലിവറി കൊടുത്തു തുടങ്ങിയ ഒരു വിതിൻ 1 week തന്നെ 1 or 2 weeksനുള്ളിൽ തന്നെ നമ്മുടെ വണ്ടി കിട്ടി. പലരും ബുക്ക് ചെയ്തവർക്ക് ഇപ്പോഴും വണ്ടികൾ ഡെലിവറി ആയിട്ടില്ല. ഈ ദിവസങ്ങൾ തന്നെ കിട്ടുന്നതായിരിക്കും എല്ലാവരുടെയും. ഒത്തിരി പേര് വീഡിയോക്ക് താഴെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ സർപ്രൈസ് വീഡിയോയിൽ. എനിക്ക് മാധവ് കമന്റ് ചെയ്തിട്ടുണ്ട് ട്വിന്നിങ് എന്ന് പറഞ്ഞ ആൾക്കും ദ സെയിം കളർ കാറാണ്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ആൾ കമന്റും? ഒത്തിരി പേർക്ക് അത് ഇഷ്ടപ്പെടും. മാധവ് ഓൾറെഡി നോട്ട് ചെയ്തിട്ടും കൂടി. ഞാൻ ആക്ച്വലി മാധവിന്റെ കാറാണ് ആദ്യം നോട്ട് ചെയ്തത്. ആളാണ് ആദ്യം എടുത്തത്, ഒരു ബ്ലാക്ക് ഗോൾഫ് GTI. അപ്പൊ തന്നെ ഞാൻ ആൾക്ക് കൺഗ്രാറ്റ്സ്, ഇതൊരു വലിയ സംഭവം അല്ല എന്നൊക്കെ ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിക്കണ്ടായില്ല. അതിന്റെ പിന്നാലെ ഇതും വന്നപ്പോ അത് ട്വിന്നിങ് ആയിപ്പോയി. നിങ്ങൾ ഇന്നൊരു ട്വിന്നിങ് വീഡിയോ പ്രതീക്ഷിക്കാവോ? പ്രതീക്ഷിക്കാവോ? നമ്മൾ കണ്ട വീഡിയോസ് കണ്ട് ഒത്തിരി പേര് ചോദിച്ചു ഇത് അഭിനയിച്ചതാണോ, ഇത് പ്രാങ്ക് ചെയ്തതാണോ? ശരിക്കും സർപ്രൈസ് ആയോ വീഡിയോ കണ്ടിട്ട്? അത് ശരിക്കും പറഞ്ഞാൽ അപ്പൊ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണത് ഫിനിക്സ് കാസിനാണ് നമ്മൾ എടുത്തത്, വോക്സ് വാഗൺ തൃശ്ശൂരിന്ന്. അങ്ങോട്ട് കൊണ്ടുപോയത് വോക്സ് വാഗൺ GTIയുടെ അൺവെയിലിംഗ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ അന്നാണ് ആദ്യമായിട്ട് ഞാൻ വണ്ടി കാണാൻ പോകുന്നത്. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ. അപ്പൊ അങ്ങനെ ഞാൻ സർപ്രൈസ് ആയിരിക്കും ഒന്നും ആലോചിച്ചില്ല. അപ്പോൾ കമ്പനിക്ക് വേണ്ടി ഒരു അൺവെയിലിംഗ് സെറമണി അതിൻ്റെ കൂടെ വീഡിയോ എടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഫുൾ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് അങ്ങോട്ട് പോയി. അനീത്തിയും വന്നു. ബിക്കോസ് കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് വണ്ടി. ആളെന്ന് എനിക്ക് തോന്നുന്നു സ്കൂളിൽ നിന്ന് ലീവൊക്കെ എടുത്തിട്ടാണ് ആളും വന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോയി വണ്ടിയൊക്കെ ഇങ്ങനെ മൂടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും എക്സൈറ്റ്മെന്റിലാണ് ആദ്യമായിട്ട് വണ്ടി കാണുന്നതിൻ്റെ. അപ്പോൾ അൺവെയിൽ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ക്ലാപ്പ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആര് പറഞ്ഞു നമ്പർ പ്ലേറ്റ് നോക്കാൻ. കാരണം ഞാൻ വണ്ടിയുടെ സൈഡിലാണ് നിൽക്കണം, അപ്പോൾ ഞാൻ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നോക്കിയപ്പോൾ എൻ്റെ പ്ലേറ്റ് വെച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൻ്റെ അടുത്ത്, എന്തിനാ എൻ്റെ പ്ലേറ്റ് വെക്കണേ, ഇത് കമ്പനി വണ്ടിയല്ലേ. അപ്പോൾ ഞാനിങ്ങനെ കാണിക്കുന്ന സമയത്ത് അവിടുത്തെ ഡയറക്ടർ വന്നിട്ട് എനിക്ക് കീ ഹാൻഡ് ഓവർ ചെയ്താൽ അപ്പോഴും എനിക്ക് ലൈക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ള ഇത് ശരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയായിരുന്നു സർപ്രൈസ്. അല്ലാണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു അഭിനയം ഒന്നും ആയിരുന്നില്ല. എൻ്റെ ഓണസ്റ്റ് റിയാക്ഷനാണ്. എനിക്കൊന്നും എൻ്റെ റിയാക്ഷൻ കാട്ടും അടിപൊളി റിയാക്ഷൻ എൻ്റെ അനീത്തി.
ആളാണ് ശരിക്കും ഇങ്ങനെ കിളി പോയ പോലെ ഇങ്ങനെ ഏത് ശരിക്കും പിന്നെ കീ ഹാൻഡ് ഓവറിങ് ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓക്കെ ഇത് ശരിക്കും ഉണ്ടാവുന്ന സംഭവമാണ്. എന്നിട്ടും പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഉടനെ തന്നെ ഓടി വന്ന് ഞാൻ മുറ്റത്ത് നോക്കി ഇതിപ്പോ ശരിക്കും ഉണ്ടോ ഞാൻ സ്വപ്നം കണ്ടതാണോ, അത്രയ്ക്കും ഒരു അൺബിലീവബിൾ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ഞാൻ കഴിഞ്ഞോടെ വന്നപ്പോഴും റെഡ് കളേഴ്സ് ആണ്. റെഡ് കളേഴ്സ് ഭയങ്കര ഫേവറേറ്റ് ആണെന്ന് അറിയാം കാറുകളിൽ. റെഡിനോട് എന്താ ഇഷ്ടം? റെഡ് കൂടുതലും സ്പോർട്സ് കാർസ് റെഡ് ആണ്, ഒന്നുകൂടി ഫ്ലാഷി കളറാണ്, കാണാനും ഒരു ഇത് റെഡ് ആണ് കൂടുതൽ. സോ വൈ ബ്ലാക്ക്? ബ്ലാക്ക് ഒരു ഡിഫറൻസിന് ഒരു ഡിഫറെന്റ് ആവാൻ വേണ്ടി എടുത്തതാണ്. കാരണം എല്ലാ വണ്ടിയും ഇപ്പൊ റെഡ് ആണ്, അപ്പൊ ഒരു ചേഞ്ചിന് വേണ്ടി ബ്ലാക്ക് എടുത്തു. ബ്ലാക്ക് ഓൾറെഡി ഇപ്പോൾ ഗോൾഫ് GTAക്ക് ഇപ്പം ഇന്ത്യൻ പ്രൈസ് 67 ലക്ഷമാണ്. അപ്പോൾ ഒത്തിരി പേര് ഇത് പ്രൈസ് കൂടുതൽ, ഈ പ്രൈസിനുണ്ടോ ഈ കാർ എന്നൊക്കെ ഒത്തിരി കമന്റ്സ് വന്നിട്ട് അത് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. മീയുടെ അഭിപ്രായത്തിൽ എന്താ തോന്നണേ? എനിക്ക് തോന്നുന്നത് കംപ്ലീറ്റ്ലി വർത്താണ്. ഐ തിങ്ക് ലിമിറ്റഡ് ആയതുകൊണ്ടാണ് ഈ വണ്ടിക്ക് ഇത്രയും വില വരാൻ കാരണം. പിന്നെ ഇത് ഓടിച്ചവർക്ക് അറിയാം ഇറ്റ്സ് വർത്ത് ദ പ്രൈസ്. അപ്പോൾ ഇത് ആദ്യം കയ്യിൽ കിട്ടിയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ളൊരു എക്സ്പീരിയൻസ്? ഒരു പോക്കറ്റ് റോക്കറ്റ്. ഇവൻ പഴയ മോഡൽ, പഴയ മീൻസ് പോളോ GTAയും ഒരു പോക്കറ്റ് റോക്കറ്റ് തന്നെയാണ്. ഇത് കുറേ കൂടി ഒരു ബിഗർ കാറാണ്, കുറച്ചും കൂടി ഹാൻഡ്ലിംഗ് ഇതൊക്കെ സ്റ്റോക്ക് സസ്പെൻഷനിൽ തന്നെ ഹാൻഡ്ലിംഗ് ഇതൊക്കെ കൂടുതലുണ്ടെന്ന് മാത്രം ഗോൾഫിൽ. ഇപ്പോൾ പോളോ GTA ഉണ്ട്. ഇപ്പോൾ ഈ രണ്ട് കാറും വെച്ചിട്ടൊരു രണ്ടും ഓടിച്ച ഒരാളെന്ന നിലയിലൊരു വ്യത്യാസം ഒരു പറയുകയാണെങ്കിൽ? വ്യത്യാസം പറയുകയാണെങ്കിൽ ബേസിക്കലി എൻജിൻ ഇത് ഓൾഡ് പോളോ GTI വന്നിരുന്നത് 1.8 ലിറ്റർ എൻജിനായിരുന്നു. അറൗണ്ട് 180+ bhp നമ്മൾ ട്യൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേജ് 2 ട്യൂണിങ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഒരു 200+ bhp ഉണ്ടായിരുന്നു. പക്ഷേ ദിസ് വൺ കംസ് വിത്ത് 2 ലിറ്റർ എൻജിൻ ആൻഡ് ഹാസ് 260+ bhp. അപ്പോൾ ഇതിന് മോഡിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോഴത്തേക്ക്. സ്റ്റോക്ക് തന്നെ അടിപൊളി വണ്ടിയാണ്. പിന്നെ പഴയ വണ്ടിയിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്യൂണിങ് അല്ലാണ്ട് തന്നെ നമ്മൾ ബിൽസിൻ്റെ B14 സസ്പെൻഷനൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായി. പക്ഷേ ഇത് ഓൾറെഡി നല്ല സ്റ്റിഫ് സസ്പെൻഷനാണ്. അതുകൊണ്ട് മോഡിഫിക്കേഷൻസിന് ആവശ്യം ഈ വണ്ടിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതാണ് എനിക്ക് ഈ വണ്ടിയോട് കുറച്ചും കൂടെ ഇഷ്ടപ്പെടാൻ കാരണം. ജോസഫ് സാറിന്റെ ഒരു ഇതില് രണ്ട് കാർ കമ്പയർ ചെയ്യുമ്പോൾ ടോട്ടലി ഡിഫറെൻറ്റ് കാർസ് ആണ്. ഗോൾഫ് ഇത്രയും കൂടി ബിഗറാണ് വണ്ടി, സൈസിൽ കൂടുതലുണ്ട്. ഇപ്പം എൻജിൻ ബിഗർ എൻജിൻ ഒരു ക്ലോസ് ടു 80 bhp കൂടുതലുണ്ട്. സ്റ്റോക്ക് സസ്പെൻഷൻ്റെ ഇത് തന്നെയാണ്. ആദ്യം വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് വണ്ടി ബുക്ക് ചെയ്യുന്നത്. നമുക്ക് ടെസ്റ്റ് അപ്പോൾ അതായിരുന്നു ആദ്യം ഹാൻഡ്ലിങ് എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എടുത്തോണ്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരുമോ ഇത് ചെയ്യുന്നത്. ബട്ട് സർപ്രൈസ്ഡ് ആയിരുന്നു. നല്ല സസ്പെൻഷനാണ് അവർ തന്നുള്ളത്. ഈവൻ കംഫർട്ട് ബട്ട് പ്ലസ് ഹാൻഡ്ലിങ്. സ്ലോ സ്പീഡ് ഇത്തിരി സ്റ്റിഫ് ആയിട്ട് തോന്നും, ബട്ട് സ്പീഡ് കൂടുന്തോറും ഹാൻഡ്ലിങ് കൂടി വരിക. ഇപ്പോൾ വണ്ടി കാണുമ്പോൾ എനിക്ക് ഒക്ടേൻ ഗേളിന്റെ കൂടെ ഒരു ഡ്രൈവ് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ബാക്കി ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡ്രൈവ് ചെയ്തുകൊണ്ടാവാം. Welcome to my party, we're just getting started. A life is a dream or a nightmare scarring. Hand me a drink cause I think I'm going all in. Get me a shrink who can catch me when I'm falling. Cover up my scars, flip the handlebars. ഈ വണ്ടിയിൽ മീയുടെ ഫേവറേറ്റ് ഫീച്ചർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ? ഫേവറേറ്റ് ഫീച്ചർ ചോദിക്കുകയാണെങ്കിൽ This world is so bizarre. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഫീച്ചർ. കൊള്ളാ. എവിടെയൊക്കെ വണ്ടി വാങ്ങിച്ചു പോയിട്ടുണ്ട്? അധികം ഓടിച്ചിട്ടില്ല. മഴയും അതൊക്കെ റോഡ് കണ്ടീഷൻസ് ഒക്കെ ഇപ്പൊ കുറച്ച് മോശമായിട്ടിരിക്കുകയാണ്. പിന്നെ വണ്ടിക്ക് തന്നെ ഒരു റൺ ആൻഡ് പീരീഡ് ഉണ്ട്. അപ്പൊ ഒരു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാൽ നമുക്ക് പുഷ് ചെയ്ത് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ വെച്ചാൽ അതും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതും കൂടെ കഴിഞ്ഞിട്ട് വേണം ഇത്. പിന്നെ ഇത് അധികം ട്രാവൽ ഫ്രണ്ട്ലി അല്ല, കംഫർട്ടിനുള്ള ഒരു കാറല്ല. ഡ്രൈവ് മാത്രം പോയി ആസ്വദിക്കാനുള്ള ഒരു വണ്ടിയാണ്. നമ്മുടെ റോഡിലൊരു സ്പീഡ് ലിമിറ്റ് ഉണ്ടല്ലോ. ശരിക്കും ഈ വണ്ടിയുടെ ഒരു ഫുൾ പവർ ലിമിറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ റോഡിൽ ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ടല്ലോ. സോ അപ്പോൾ നമുക്ക് ഈ വണ്ടി എടുത്ത് ഒരു ഫുൾ പവർ കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ ഒരു സങ്കടം ഉണ്ടോ?
സങ്കടമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ സൂക്ഷ്യം കണ്ടും ഇടയ്ക്ക് കാല് കൊടുക്കാറുണ്ട്. ശരിക്കും ഇതിന്റെ ഒരു ലോഞ്ചിന്റെ സമയത്താണോ ഈ വണ്ടിയുടെ, അതോ ഈ പറഞ്ഞ ടെക്സ്റ്റ് ഡ്രൈവിന് പോയ സമയത്താണോ ശരിക്കും ഈ വണ്ടി മീക്ക് ഇഷ്ടപ്പെടുന്നത്? ആക്ച്വലി എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു സംഭവമാണ് വോക്സ് വാഗൺ എന്നെ ഇതിന്റെ ലോഞ്ചിനോ ടെസ്റ്റ് ഡ്രൈവിനോ ഇൻവൈറ്റ് ചെയ്തില്ല. എനിക്കത് ഭയങ്കര വിഷമായിരുന്നു. കാരണം ഞാനിത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വണ്ടിയായിരുന്നു. കാരണം കഴിഞ്ഞ ഇന്റർവ്യൂലൊക്കെ ഞാൻ GTA എന്ന് അതൊത്തിരി വീഡിയോസും ചെയ്തിട്ടുണ്ട്. അതെ, എനിക്ക് GTA ആണ് ഞാൻ യൂസ് ചെയ്യണത് ഡെയിലി ഡ്രൈവിന്. പിന്നെ ഒരു GTA ഉണ്ട്, പോളോ GTA ഉണ്ട് ഇപ്പൊ ഇത്. എന്നിട്ട് പോലും അവര് എന്നെ ലോഞ്ചിനോ ടെസ്റ്റ് ഡ്രൈവിനോ ഇൻവൈറ്റ് ചെയ്യാത്ത എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു വണ്ടി ആദ്യമായിട്ട് കാണാൻ പോയ ഞാനാണ് വണ്ടിയായിട്ട് തിരിച്ച് വീട്ടിലേക്ക്. അതാണ് പവറെന്നൊക്കെ. ഈ കാറിന്റെ 0 to 100 km ആക്സലേഷൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ശരിക്കും? കമ്പനി പറയണ പോലെ 5.9 seconds ആണ് 0 to 100 വരുന്നത്. ശരിക്കും ഈ വണ്ടി കിട്ടിയ സമയത്തെ എന്ത് എക്സ്പീരിയൻസ്? ഓൾറെഡി ഡ്രീം വണ്ടിയാണെന്ന് അറിയാം. ഈ വണ്ടി കിട്ടിയപ്പോൾ ശരിക്കും എന്തായിരുന്നു ഫീൽ ചെയ്യും? എങ്ങനെ ഇപ്പം കംഫർട്ട് മോഡിലാണ്, സ്പോർട്സ് മോഡ്, ഇത് ട്രൈ ചെയ്യാൻ ഏറ്റവും താല്പര്യം ഉണ്ടായി നമ്മുടെ റോട്ടില്? എനിക്ക് സ്പോർട്ട് മോഡ് തന്നെയാണ്. ഞാൻ ആദ്യം ഇറങ്ങിയപ്പോ തന്നെ സ്പോർട്ട് മോഡ് ഇട്ടിട്ടാണ് ഞാൻ ട്രൈ ചെയ്തത്. ആദ്യത്തെ ഡ്രൈവിൽ തന്നെ ഐ വാസ് ഇൻ ലവ് വിത്ത് ദ കാർ. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, GTA ഗോൾഫ് ഇത്രയും പവർ ഉണ്ടാവും, ഇത്രയും അടിപൊളി വണ്ടിയാന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷനും കടത്തി വെട്ടി ആ ഒരു ഫസ്റ്റ് ഡ്രൈവിൽ തന്നെ ഐ വാസ് ലൈക്ക് മോർ ദാൻ ഹാപ്പി വിത്ത് ദ കാർ. ഇതിൽ റീമാപ്പിംഗ് ട്യൂണിംഗ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? മറ്റേ പോളോ GTIയില് നമ്മൾ കുറെ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായി. പക്ഷെ ഇതില് എനിക്ക് ഓടിച്ചെടുത്തോളം എനിക്ക് ഇതുവരെ ഒരു ആവശ്യം തോന്നിയിട്ടില്ല. ഇനി ഫ്യൂച്ചറിൽ ഓടിച്ചിട്ട് എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് കേറ്റാവുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഫോർ നൗ സ്റ്റോക്ക് കാർ ഇസ് ജസ്റ്റ് അമേസിങ്. നമ്മുടെ ഈ റോഡിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ശരിക്കും അത് മിയ ഫേസ് ചെയ്തിട്ടുണ്ടോ ശരിക്കും? ഇങ്ങനത്തെ വണ്ടികൾ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര ലോ ആണ്. അപ്പോൾ ഈ കുഴികളൊക്കെയാണ് പിന്നെയും പ്രശ്നമുള്ളത്. അല്ലാണ്ട് ഹൈവേസ് ആർ നൈസ്. ഇപ്പൊ നമ്മള് പോണ ഹൈവേസ് പ്രിറ്റി ഗുഡ്. അതുകൊണ്ട് ഹൈവേയിലൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മള് ഇങ്ങനെ കുഴികളൊക്കെ ഉള്ള സ്ഥലത്ത് പോകുമ്പോ ഒന്ന് കരയും, കണ്ണൊക്കെ നിറയും. അല്ലാണ്ട് ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടി നന്നായിട്ട് ഓടിക്കണമെങ്കിൽ ലോറിയും വേണം. എന്നാ ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇപ്പൊ ഓൾറെഡി നേരത്തെ എന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കും പറയായിരുന്നു, ഡ്രൈവിംഗ് അറിയുന്ന ഒരു പെൺകുട്ടി എന്തായാലും ഡ്രൈവിംഗ് പഠിച്ചിരിക്കണം. നെസസറി ആണ് ഇപ്പൊ ഇന്നത്തെ കാലത്ത്. ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കണം, അല്ലെങ്കിൽ ഇപ്പം ലൈസൻസ് കിട്ടിയിട്ട് വണ്ടി ഓടിക്കാത്ത ഒത്തിരി ആളുകളുണ്ട്. ഇപ്പൊ മിയ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ കൊതിയാവാ. ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗ് ഓൾറെഡി പഠിച്ചിരിക്കണം. ഡ്രൈവ് ഇപ്പം ലൈസൻസ് ഇട്ടിട്ട് ഇപ്പം ഡ്രൈവ് ചെയ്യാത്ത ഒത്തിരി ആളുകളുണ്ടല്ലോ. അവരോട് എന്താ പറയണ മിയക്ക്? ഞാൻ പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഡ്രൈവിംഗ് ഒരു നെസസിറ്റി ആണ്. ബിക്കോസ് എസ്പെഷ്യലി ആസ് എ ഗേൾ, ഞാൻ എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, നമുക്ക് ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ സമയത്തിനും നമ്മുടെ ഇഷ്ടത്തിനും ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഡ്രൈവിംഗ് അറിഞ്ഞേ പറ്റും. വേറെ ഓപ്ഷൻസ് ഉണ്ട്, പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്, ഇന്നത്തെ കാലത്ത് ഊബറൊക്കെ ഉണ്ട്. അതൊക്കെ പ്രാക്ടിക്കൽ തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ഫ്രീഡത്തിന് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിർത്തി ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഡ്രൈവിംഗ് അറിഞ്ഞേ പറ്റൂ. പിന്നെ ഡ്രൈവിംഗ് സ്പീഡിൽ തന്നെ ഓടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സ്പീഡിൽ ഓടിക്കാനും ഇഷ്ടമാണെങ്കിൽ അതും ട്രൈ ചെയ്യണം. ബിക്കോസ് അതും രസമുള്ളൊരു സംഭവം തന്നെയാണ്. ഇതിപ്പോ പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ ആദ്യം കാറിൽ ഇരുന്നപ്പോഴത്തേക്ക് അച്ഛൻ ചോദിച്ചത് ഡ്രൈവിംഗ് അറിയോ, ലൈസൻസ് ഉണ്ടോന്നാണ്. അപ്പൊ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് മകള് ഡ്രൈവ് ചെയ്യണു. രണ്ട് പെൺകുട്ടികളാണ്, രണ്ടുപേർക്കും ഡ്രൈവിംഗ് വലിയ താല്പര്യമുണ്ട്. അവർ നിർബന്ധമായിട്ടും ഡ്രൈവിംഗ് പഠിച്ചിരിക്കണം എന്ന് നിർബന്ധമുള്ള ഒരാളായിരുന്നോ? ഡ്രൈവിംഗ് ഒരു മസ്റ്റാണ്. അത് 18 ആയിട്ട് പഠിക്കണം എന്ന് നിർബന്ധമില്ല. എത്രയും യങ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് ഗ്രൗണ്ടിലോ എവിടെയെങ്കിലും റോഡ്സിലോ ഓടിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ 18 വയസ്സായിട്ട് ആദ്യം ലേണേഴ്സ് പോയി പഠിച്ച് എടുത്ത് പിന്നെ ലൈസൻസ് എടുക്കുന്നതിന് നല്ലത് ഒരു യങ് ഏജിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അതൊരു ഒരു സാധാ സംഭവമായിട്ട് അത് വരും. അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടി പഠിക്കണ പോലെയാണ് പലരും യങ് ഏജിൽ ചെയ്യേണ്ട ഒരു കാര്യമാണത്. പഠിച്ചു വരുന്നത് അറ്റ്ലീസ്റ്റ് അതിനോടൊരു ഇൻട്രസ്റ്റ് കാണിക്കുകയാണെങ്കിൽ 18 കഴിയുമ്പോൾ അത് എൻജോയ് ചെയ്യും. ആ ലൈസൻസ് കിട്ടുന്നതും ഓടിക്കുന്നത് എളുപ്പമായിരിക്കും കാര്യങ്ങൾ. അച്ഛൻ ശരിക്കും ആദ്യം ഏത് കാറിലാ പഠിപ്പിച്ചേ, അല്ലെങ്കിൽ എന്താ ആദ്യം പഠിപ്പിച്ചേ? റൈഡറാണ്. അപ്പൊ എന്തായിരുന്നു ആദ്യം മിയനെ പഠിപ്പിച്ചത്? ഫസ്റ്റ് ബേബി ആണല്ലോ. സോ ഓൾറെഡി താല്പര്യമുള്ളതൊക്കെ മകളിലൂടെ കാണിക്കാൻ വേണ്ടി ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. സോ ആദ്യം എന്താ പഠിപ്പിക്കണേ? ആദ്യം ലൈക്ക് കാറിന്റെ ഇതിലാണെന്നുണ്ടെങ്കിൽ മാരുതി 800 ആദ്യം പഠിക്കുന്നത്. അത് ബ്രെഡാണ്. അന്നത്തെ സ്പോർട്സ് കാറാണ് മിയയുടെ. ഓക്കെ.
അതിലാണ് ആദ്യം ഡ്രൈവിംഗ് പഠിക്കണത് 13 ഇയേഴ്സില്. ആദ്യമൊക്കെ നല്ല ഭ്രാന്ത് പിടിക്കായിരുന്നു. ആണോ? ഞാൻ നന്നായി വഴക്ക് പറയും, നല്ല വഴക്ക് കേൾക്കും. അതിപ്പോഴും കേൾക്കട്ടെ, ഇപ്പോഴും ഒരു കുറവില്ല. ഇപ്പൊ നിങ്ങൾ ക്യാമറയുടെ ഫ്രണ്ട് ആയതുകൊണ്ടൊന്നും മാത്രം സൈലന്റ് ആയിട്ട് പറയണതാണ്. അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങും ആക്സിലേറ്റർ കൊടുക്കുക, അല്ലെങ്കിൽ വണ്ടി നിന്നു. ഇപ്പൊ ഒരു ഡ്രൈവർ കൂടി ആയതുകൊണ്ട് ചോദിക്കാണ്, മിയ നല്ലൊരു ഡ്രൈവറാണ്, നന്നായിട്ട് അവള് ഡ്രൈവ് ചെയ്യാം? മിയ നന്നായി ഡ്രൈവ് ചെയ്യും. മിയ എപ്പോഴും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒരു നോർമൽ ഇതിൽ പോവുകയാണെങ്കിൽ മിയ നല്ല രീതിയിൽ ട്രാഫിക് ഹാൻഡിൽ ചെയ്യാനും ഒക്കെ നല്ല പോലെ അറിയാം. ഞാൻ എന്നും പറയും കുറച്ചും കൂടി ഫാസ്റ്റ് ആവണം, അതെന്നും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, നല്ലൊരു ബെറ്റർ ഡ്രൈവർ ആവുള്ളൂ. റേസിംഗിലേക്ക് ഇറങ്ങണമെന്ന് ഉറപ്പായിട്ടും ആഗ്രഹമുണ്ട് ഫ്യൂച്ചറില്. ആള് ഇതൊരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത സംഭവം ഞാൻ ഇതിലേക്ക് ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് ആള് ഓൾറെഡി ഒരു റിട്ടയർഡ് റാലി ഡ്രൈവർ ആണ്. നോട്ട് റിട്ടയർഡ് ആക്ച്വലി. ഇത് ഞാനൊരു സ്പോൺസറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. എല്ലാം നല്ല രീതിയിൽ വരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൽ കാണാം, റാലിയിൽ കാണാൻ. ഓൾറെഡി അച്ഛൻ എങ്ങനെ ഇതെടുക്കുക? കാരണം ആഗ്രഹിച്ചു, ആളുകൾ ഇത്രയും ഒരു ഡ്രീം ഉണ്ടല്ലോ മനസ്സിൽ, ആളെ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നു പ്രതീക്ഷിച്ചില്ല, പക്ഷെ വന്നു, ഇത്രയധികം ഇഷ്ടം കിട്ടണു. ആളുകള് എനിക്ക് മിയന്റെ വീഡിയോക്ക് 1 million താഴെ എപ്പോഴും വ്യൂ പോവാറില്ല. സോ അതിനെങ്ങനെ കാണണേ? അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ലൈക്ക് എനിക്ക് എൻ്റെ സമയത്ത് അത് സോഷ്യൽ മീഡിയ ഞാൻ നാഷണൽ റാലീസ് ചെയ്തിരുന്ന സമയത്ത് ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നില്ല. ലൈക്ക് ഇപ്പൊ പുതിയ ജനറേഷന് കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യവും അത് നല്ല രീതിയിൽ അത് മിയ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആ ആൾക്കാരുടെ റെസ്പോൺസ് കാണുമ്പോൾ അതിൽ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട് അതിൽ. കഴിഞ്ഞ തവണ ഞാൻ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചോദിച്ചത് ഒരു ഡ്രീം കാർ ഏതാണ്, അത് ഓൾറെഡി നമ്മൾ വാങ്ങിക്കഴിഞ്ഞു. ഇനി ഒരു ഡ്രീം കാർ വാങ്ങണം എന്ന് ആഗ്രഹമുള്ള ഒരു കാർ ഏതാണ് ചോദിക്കാണെങ്കിൽ എനിക്കിപ്പോ ഒരു മഹീന്ദ്രയുടെ പുതിയ ഇറങ്ങിയ B6 ഇല്ലേ, അതാണ് ഇപ്പത്തെ എന്റെ ഡ്രീം കാർ. ബിക്കോസ് അതിലത്തെ ഫീച്ചേഴ്സ് ഇസ് മൈൻഡ് ബ്ലോയിങ്, സോ മെനി ഫീച്ചേഴ്സ്. വണ്ടി ഒരു ഡ്രൈവേഴ്സ് കാർ ആയിട്ടാ പറയാ, ഓടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഉള്ളൊരു വണ്ടി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. സോ ഇലക്ട്രിക് വണ്ടികളില് ഇപ്പൊ പുതിയത് ഇറങ്ങിയിട്ടുള്ള നല്ല വണ്ടിയായിട്ട് പറയുന്നത് B6 തന്നെയാണ് അടുത്തൊരു ആഗ്രഹമുള്ള ഒരു വണ്ടി. കാർ പ്രേമികൾക്ക് ഈ കാർ കളക്ഷൻ പോലെ തന്നെ ഈ ഹോട്ട് വീൽ കളക്ഷൻസ് ഉണ്ട്, അതൊരു ഹോബി ആയിട്ട് കാണുന്ന ഒത്തിരി ആളുകളുണ്ട്. മിയക്ക് ഈ ഹോട്ട് വീൽസ് കളക്ഷൻസ് ഉണ്ടോ? ശരിക്കും പറഞ്ഞൊരു എക്സ്പെൻസീവ് ഹോബിയാണ്. നിങ്ങൾ എന്റെ വീഡിയോയിൽ കണ്ടേക്കണ കാർ കളക്ഷൻ എന്ന് വെച്ചാൽ എന്റെ അപ്പയുടെ ബ്രദറിന്റെ കാർ കളക്ഷൻ ആണ്. അമേസിംഗ് കളക്ഷൻ. ആളുടെ കുറെ സ്കെയിൽ മോഡൽസ് ഉണ്ട്. ലൈക്ക് അത് വളരെ റയർ ആയിട്ടുള്ള കുറെ പീസസ് ഉണ്ട് ആളുടെ. റഫ്ലി 100 കാർസ് ഉണ്ട് ആളുടെ. അതുപോലെ തന്നെ റിമോട്ട് കൺട്രോൾ RC കാർസ് ഉണ്ട്. അത് ഡ്രിഫ്റ്റ് കാർസും WRC മോഡൽസ് അതിന്റെ ഒരു വീഡിയോ പ്രതീക്ഷിക്കാം. വരുന്നുണ്ട്. അതുപോലെ ക്രോളേഴ്സ്. ആക്ച്വലി ഇത് ടോയ്സ് കാണുമ്പോ പലരും ചോദിക്കും ഇത് കുട്ടികളുടെ ടോയ്സ് അല്ലേന്ന് തോന്നും. ഇത് ആക്ച്വലി കുട്ടികളുടെ അല്ല, ഇത് പ്രിറ്റി എക്സ്പെൻസീവ് ആണ്. ഓരോ പീസും വളരെ റയർ ആയിട്ടുള്ളതും അതുപോലെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടോയ്സും ഉണ്ട്. അത് വലിയവർക്ക് കളിക്കാനുള്ളതാണ്, ചെറിയവർക്ക് മാത്രമല്ല. ഇപ്പൊ ഓട്ടോമൊബൈൽ കോണ്ടന്റ് ആണ് എനിക്കൊന്ന് മിയയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കാണാം. ഇത് സത്യത്തിൽ ഒരു പ്രൊഫഷൻ ആയിട്ട് തന്നെ മിയ കാണുന്നുണ്ടോ? എങ്ങനെയാ ഫ്യൂച്ചറില്? യെസ്, ഉറപ്പായിട്ടും. കാരണം ഈ ഒരു ഇൻഡസ്ട്രിയിൽ എന്നെ വർക്ക് ചെയ്യാന്ന് പറയണതായിരിക്കും ഐ തിങ്ക് ബിഗ്ഗസ്റ്റ് ഭാഗ്യം. അപ്പൊ ശരിക്കും മിയയുടെ ഡ്രീം എന്താ? എന്റെ ഡ്രീം എന്ന് വെച്ചാൽ ട്രാവൽ അറൌണ്ട് ദ വേൾഡ് ആൻഡ് ഡ്രൈവ് ഓൾ ദ കാർസ്, എല്ലാ കാർസും എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ റെയർ കാർസും സ്പെഷ്യൽ ആയിട്ടുള്ള കാർസൊക്കെ ഓടിച്ചു നോക്കാം. ഇതാണ് എൻ്റെ ലൈഫ് ഗോൾ എന്ന് വെച്ചാൽ. സാർ ഒരു റൈഡർ കൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പം EV വെഹിക്കിൾസ് ഒത്തിരി ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്, എങ്കിലും മാനുവൽ ആയിട്ടുള്ള വണ്ടികളുടെ എപ്പോഴും ആളുകൾക്ക് ഒരു ക്രൈസ് ഉണ്ട്. സോ EV വെഹിക്കിൾ ആണോ അതോ മാനുവൽ ആയിട്ടുള്ള വണ്ടികളാണോ? രണ്ടിനും അതിൻ്റെതായ മാറ്റങ്ങളുണ്ട്. EV വെഹിക്കിൾസ് യൂസ് ചെയ്ത് തുടങ്ങിയാൽ ഏറ്റവും കംഫർട്ടബിളും പോക്കറ്റ് ഫ്രണ്ട്ലിയും ആണ്. ബട്ട് ഇപ്പോ മറ്റേ കാറുകൾ യൂസ് ചെയ്യുമ്പോൾ പലർക്കും ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഐസ് എഞ്ചിൻ ഇതാണ് നല്ലത് വിത്ത് മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ്. അപ്പൊ അത് ആ ഫണ്ണ്
ഗിയർ ഷിഫ്റ്റ് ചെയ്യണതിൻ്റെയും എൻജിൻ ഡ്രൈവിൻ്റെയും ഭാഗം പല ഓട്ടോമൊബൈൽ enthusiast അതായിരിക്കും കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ടാവുക. ബട്ട് EV എന്തായാലും ഇതിനെ പയ്യെ കവർ ചെയ്ത് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. EV യൂസ് ചെയ്ത് തുടങ്ങിയാൽ തിരിച്ചു പോകുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അൺലെസ് ഒരു പെർഫോമൻസ് കാർ അല്ലാന്നുണ്ടെങ്കിൽ there's no point driving a normal പെട്രോൾ എഞ്ചിൻ ഓർ ഡീസൽ എഞ്ചിൻ. കൂടുതൽ ടോർക്കും പവറും എല്ലതും കിട്ടുന്നത് EV-ലാണ് ഇപ്പൊ കൂടുതൽ കിട്ടുന്നത്. It's also economic and more practical ഇപ്പൊ നോക്കാം. ഞാൻ റൈറ്റ് കീപ്പ് ചെയ്തു. റൈറ്റ് ഇതിലേതാ പ്രിഫർ ചെയ്യാന്ന് വെച്ചാ കൺഫ്യൂസ് ആവുന്നു. ടഫ് ക്വസ്റ്റ്യൻ. പക്ഷെ ഉറപ്പായിട്ടും മാനുവൽ കാർസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് EV ഉള്ളു. പക്ഷെ എന്നാലും EV വേറൊരു സെഗ്മെന്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഒത്തിരി പേരുടെ ആഗ്രഹമാണ് GTA പോലത്തെ ഒരു വണ്ടി വാങ്ങണം അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യണമെന്നും. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചിരിക്കുകയായിരുന്നു. ഒരു നല്ല ഇന്റർവ്യൂ ആയിരുന്നു. ഇനിയും ആഗ്രഹമുണ്ട് വണ്ടി വാങ്ങണമെന്ന്. ആ വാങ്ങുന്ന വണ്ടി എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുകൊണ്ട് ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് പ്രേക്ഷകരോട് എന്താ പറയാറുള്ളത് വീക്ക്? ഒന്നുമില്ല, ഡ്രൈവ് സേഫ്. ഇനിയും കാണാം. അതന്നെ, ഇനിയും കാണാം.